നമസ്കാരം. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൽ പ്രതി പിടിയിലായ വിവരം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ താനെയിൽ വെച്ച് ഇന്നലെ പുലർച്ചെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആക്രമണം നടന്ന സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ കാസർവാഡവലിയിലെ ഹിരിയ നദി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് മുഹമ്മദ് അലിയാൻ, വിജയ് ദാസ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന പ്രതി പിടിയിലായത്. എന്നാൽ ഈ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിനെ പരിഹസിച്ച് ദില്ലി BJP അധ്യക്ഷൻ വിജേന്ദ്ര സച്ദേവ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സെയ്ഫിനെ ആക്രമിച്ചയാൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരനാണെന്ന് അറിഞ്ഞതോടെ കെജ്രിവാൾ മിണ്ടുന്നില്ല എന്ന് സച്ദേവ പറയുന്നു. ജനുവരി 16-നായിരുന്നു സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണം. സംഭവത്തിൽ 3 ദിവസങ്ങൾക്ക് ശേഷമായ പ്രതി പിടികൂടിയത്. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷീസാദിനെ താനെയിൽ നിന്നാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെത്തിയതോടെ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷീസാദ് ബിജോയ് ദാസ് എന്ന പേര് സ്വീകരിച്ചിരുന്നു. പ്രതി ബംഗ്ലാദേശി പൗരനാണെന്ന് വ്യക്തമായതോടെയാണ് BJP വിഷയത്തിൽ പ്രത്യാരോപണവുമായി രംഗത്തെത്തിയത്. സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട ദിവസം ശക്തമായി പ്രതികരിച്ച കെജ്രിവാൾ ആക്രമി ബംഗ്ലാദേശി പൗരനാണെന്നറിഞ്ഞപ്പോൾ മൗനം പാലിക്കുകയായിരുന്നുവെന്ന് വിനേന്ദ്ര സച്ദേവ പറയുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം ഒരുക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റോഹിംഗ്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും ദില്ലിക്ക് മാത്രമല്ല രാജ്യത്തിനാകെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് BJP ആദ്യം മുതൽ പറഞ്ഞിരുന്നു. എന്നാൽ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അവർക്ക് അഭയം നൽകുകയും ദില്ലിയിൽ അവരെ വളർത്തുകയും ചെയ്യുന്നു. സെയ്ഫ് ആക്രമിക്കപ്പെട്ടപ്പോൾ ഉത്കണ്ഠ പ്രകടിപ്പിച്ച കെജ്രിവാളിന് ആക്രമണത്തിന് പിന്നിലുള്ള ബംഗ്ലാദേശിയുടെ ചെയ്തിയെ അപലപിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ദില്ലിയിൽ തങ്ങാൻ സഹായിക്കുകയും അവർക്ക് പണം, വൈദ്യുതി, വെള്ളം, കണക്ഷൻ എന്നിവ നൽകുകയും ചെയ്തത് AAP ആണെന്നും BJP ആരോപിച്ചു. ഇവരെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടി AAP രേഖകൾ നൽകിയെന്നും BJP നേതൃത്വം ആരോപിച്ചു. സെയ്ഫിനെതിരായ ആക്രമണത്തിൽ കെജ്രിവാൾ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. നമ്മുടെ അതിർത്തികളെയും രാജ്യത്തെയും ഇന്ത്യയിലെ ജനങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രാജിവെക്കണമെന്നായിരുന്നു കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നത്. നടൻ സൽമാൻ ഖാന്റെ വീടിന് പുറത്ത് നടന്ന വെടിവെപ്പും ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തിയ സംഭവവും ചൂണ്ടിക്കാട്ടി സെലിബ്രിറ്റികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പുതിയ കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഇപ്പോൾ മറുപടി എന്നോണമാണ് BJP കെജ്രിവാളിനെതിരെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ആക്രമണം നടത്തുന്നത് കെജ്രിവാളിന്റെ അറിവോടെയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. Iron Build, Gujarat. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.